ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കർക്കിടക മാസത്തിൽ നമ്മുടെ പഴമക്കാർ പണ്ട് മുതൽക്കേ പറഞ്ഞു വരുന്നൊരു പേരുണ്ട്, പത്തിലത്തോരൻ. എന്നാൽ ഇന്നത്തെ തലമുറയിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ പത്തിലത്തോരനും കർക്കിടകവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇതിനുപയോഗിക്കുന്ന പത്തിലകൾ ഏതൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം. പണ്ടുള്ളവർ ഈ മാസത്തെ പഞ്ഞക്കർക്കിടകം എന്നും വിളിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ നമ്മുടെ പൂർവികർ ശീലമാക്കിയിരുന്ന ഒരു പ്രധാന ആരോഗ്യക്കൂട്ടാണ് പത്തിലത്തോരൻ. ആദ്യം തന്നെ നമുക്ക് ഇവ തമ്മിലുള്ള ബന്ധം നോക്കാം. കർക്കിടക മാസത്തിൽ തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം നമ്മുടെ ശരീരത്തിന്റെ ദഹനശക്തി വളരെ കുറവായിരിക്കും. കൂടാതെ അന്തരീക്ഷ മാറ്റങ്ങൾ കൊണ്ട് പ്രതിരോധ ശേഷി കുറയുകയും രോഗങ്ങൾ എളുപ്പത്തിൽ പിടിപെടുകയും ചെയ്യും. ഈ സമയത്താണ് പ്രകൃതി തന്നെ നമുക്ക് ഔഷധങ്ങൾ ഒരുക്കുന്നത്. മഴ പെയ്യുന്നതോടെ പറമ്പുകളിലെല്ലാം പലതരം ഔഷധ സസ്യങ്ങൾ തഴച്ചു വളരും. ഈ സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ പത്തിലത്തോരന് സാധിക്കുമെന്നാണ് ആയുർവേദവും ആധുനിക ശാസ്ത്രവും ഒരുപോലെ പറയുന്നത്. ഇനി ആ പത്തിലകൾ ഏതൊക്കെയാണെന്നും അവയുടെ ഗുണങ്ങളും നമുക്കൊന്ന് നോക്കാം. പ്രദേശങ്ങൾക്കനുസരിച്ച് ഇലകളിൽ മാറ്റം വരാമെങ്കിലും പരമ്പരാഗതമായി പത്തിലത്തോരന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പത്തിലകൾ ഇവയാണ്. തകര, കർക്കിടകത്തിലെ താരം എന്ന് വേണമെങ്കിൽ തകരയെ വിളിക്കാം. വയറിളക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാനും മലബന്ധം തടയാനും ഇത് വളരെ മികച്ചതാണ്. ചേമ്പില, വിറ്റാമിൻ സിയും ഇരുമ്പും ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാൻ സഹായിക്കും. ചേനയില, നാരുകളാൽ സമ്പന്നമാണ് ചേനയുടെ തളിരില. ഇത് കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. കൊടിത്തൂവ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും വിളർച്ച, സന്ധിവേദന എന്നിവ കുറയ്ക്കാനും ഉത്തമം. ചൂടുവെള്ളത്തിൽ കഴുകുകയോ വേവിക്കുകയോ ചെയ്യുമ്പോൾ ഇതിന്റെ ചൊറിച്ചിൽ പൂർണ്ണമായും മാറും. കുമ്പളത്തില, ശരീരത്തിന് തണുപ്പ് നൽകാനും മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് നല്ലതാണ്. വെള്ളരിയില, ശരീരത്തിലെ അമിത ചൂട് കുറയ്ക്കാനും ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു. പയറില, പ്രോട്ടീന്റെ നല്ലൊരു സ്രോതസ്സാണിത്. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകും. നെയ്യുണ്ണി അല്ലെങ്കിൽ കീഴാർ നെല്ലി, കരളിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച ഔഷധ സസ്യമാണിത്. ഈ പത്തിലകളും ഒന്നിനൊന്ന് ഗുണമേന്മയുള്ളവയാണ്. ഇവയെല്ലാം ചേർത്തുണ്ടാക്കുന്ന തോരൻ ശരീരത്തിന് ഒരു സമ്പൂർണ്ണ പോഷകാഹാരമായി മാറുന്നു. കേവലം ഒരു ആചാരം എന്നതിലുപരി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പൂർവികർ കണ്ടെത്തിയ വലിയൊരു ശാസ്ത്രമാണ് ഈ പത്തിലത്തോരൻ. ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമ്മൾ മറന്നുപോകുന്ന ഇത്തരം ആരോഗ്യശീലങ്ങളെ വീണ്ടെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.